ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ബ്ലൗസിൻ്റെ കട്ടിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്ലൗസിൽ നിന്ന് തന്നെ എങ്ങനെ അളവ് എടുത്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാമെന്നൊന്ന് നോക്കാം. നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ അളവെടുക്കാൻ ഉദ്ദേശിച്ച ബ്ലൗസ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അളവെടുത്തിട്ട് എങ്ങനെയാണ് നമുക്കത് അളവെടുത്ത് കട്ട് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ കൈക്കുഴിയുടെ അവിടുന്ന് ബാക്ക് ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ പുറം വരെ എത്ര ഉണ്ട് നോക്കാം. അത് നമുക്ക് 20 കിട്ടിയിരിക്കുന്നത്. ഇവിടുന്ന് മുൻവശം നമുക്ക് 9.5 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഭാഗം 11 എടുക്കാം. തയ്യൽ തുമ്പ് അടക്കം 11 എടുക്കാം. പിന്നെ ഇതിൻ്റെ ഇറക്കം കിട്ടിയിട്ടുള്ളത് 13.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഭാഗം 11 എടുക്കാം. നമുക്ക് അളവിൽ 20 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. ഫുള്ളായിട്ട് 20 അല്ല, നമുക്ക് അങ്ങനെ ചുറ്റളവ് വരുമ്പോൾ 40 അല്ലെങ്കിൽ 39 വരും. അപ്പോൾ നമുക്ക് ഇത് തയ്യൽ തുമ്പ് കൂട്ടിക്കൊണ്ട് 11 ഇഞ്ച് ഒരു ഭാഗം എടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഭാഗം 11 എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 11 എടുത്തിട്ടുണ്ട്. ഒരു ഭാഗം 11 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇറക്കാണ്. ബാക്ക് ഭാഗം ഇറക്കാണ് വേണ്ടത്. അപ്പോൾ അത് 13.5 ഇഞ്ചാണ് ഇതിന് ഇറക്കമുള്ളത്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് കൂട്ടി കൊടുത്ത് 13.5 അര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 16 ഇഞ്ച് എടുക്കാം. നമുക്ക് 2 ഇഞ്ച് മടക്കി അടിക്കാനും അര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 16 എടുത്തിട്ടുണ്ട്. 16.5 അല്ല 16. ഇത് ബാക്ക് വശമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ 16 നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് തന്നെ തുണി ഒന്ന് നമുക്ക് നടുമടക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തുണി നമുക്ക് അളവെടുത്തതിന് ശേഷം തുണി ഇങ്ങനെ നടുകൊണ്ട് മടക്കിയിട്ട്, അപ്പോൾ അടിയിൽ ബാക്ക് ഭാഗം വരും. നമ്മളിപ്പോൾ അളവെടുത്ത ഭാഗം പിൻഭാഗമാണ് നമ്മൾ അളവെടുത്തത്. അപ്പോൾ അത് നമുക്ക് പിൻവശത്തേക്ക് വരും. ഇത് നമ്മൾ ഈ മടക്കിയിട്ടത് കാരണം ഇത് മുൻഭാഗം വരും, താഴെ കിടക്കുന്നത് പിൻഭാഗം വരും. ഇനി നമുക്ക് ഇതിന് കപ്പ് എത്ര ഉണ്ട് നോക്കാം. കട്ടിങ് ബ്ലൗസാണ്. അപ്പോൾ ഇത് 12 ഇഞ്ചാണ് ഉള്ളത്. ഇതിൻ്റെ കപ്പുള്ളത് 12 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് 13 എടുക്കാം. 12 അളവും 1 ഇഞ്ച് കൂടുതലും കൂട്ടി 13 ഇഞ്ചാണ് ഞാനിതിവിടെ എടുക്കുന്നത്. 13. അപ്പോൾ 13 ഇഞ്ച് നമ്മൾ കപ്പിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കഴുത്ത് എത്ര ഉണ്ട് എന്നൊന്ന് നോക്കാം. അപ്പോൾ അത് 6 ഇഞ്ചാണ് കഴുത്ത് വരുന്നത്. 6 ഇഞ്ചിക്കാണ് മുൻവശത്തുള്ള കഴുത്ത് വരുന്നത്. 6 ഇഞ്ചിക്കാണ്. അപ്പോൾ നമുക്കിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടക്കിന് 8.5 ഇട്ട് കൊടുക്കുക. കട്ടിങ്ങിൻ്റെ 10.5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കഴുത്തകലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച് കഴുത്തകലം കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഒരു 6 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. പിന്നെ കൈക്കുഴിക്കും നമ്മൾ 6 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യലൊക്കെ കഴിഞ്ഞിട്ട് കൈ വെക്കുന്നതിൻ്റെ മുന്നേ അളവ് നോക്കിയതിന് ശേഷം നമുക്കൊന്ന് ചെറുതായി ഒന്ന് താഴ്ത്ത് കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് കപ്പിനുള്ള ടക്ക് വരക്കാണ്. അപ്പോൾ കഴുത്ത് നമ്മൾ 6 എടുത്തു, കഴുത്തകലം 2.5 എടുത്തു, ഷോൾഡർ 6 ഇഞ്ച് എടുത്തു, കൈക്കുഴി 6 എടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് തയ്ക്കലൊക്കെ കഴിഞ്ഞ് കുഴിച്ച് വെട്ട് വേണ്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ടിങ് ചെയ്തെടുക്കാം. നമ്മൾ വരച്ച വരയിൽ കൂടെ തന്നെ നമുക്കിത് കട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ ടക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വേഗം അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തേ കൂടെ തന്നെ വെട്ടുന്നുണ്ട്. ഇനി നമുക്ക്
ബാക്ക് വശമുള്ള കഴുത്താണ് എത്രയെന്ന് അറിയേണ്ടത്. അപ്പോൾ നമുക്കിതിൽ എത്രയാണ് ബാക്ക് വരുന്നത് നോക്കാം. ഇതിൽ 7 ഇഞ്ചാണ് വരുന്നത്. 7 ഇഞ്ച് നമ്മൾ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ അളവ് ബ്ലൗസിന് 7 ഇഞ്ചാണ് കഴുത്ത് വരുന്നത്. അപ്പോൾ ആ 7 ഇഞ്ച് നമ്മൾ കഴുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തേ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യണത്. ഇനി നമുക്ക് ആ മുൻവശം നമ്മളൊന്നും ഇങ്ങോട്ട് കുഴിച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ കട്ടിങ്ങാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിതൊരു 5, 4.5, 3 വേണ്ടിയുള്ളൂ. നമ്മളിതൊരു 4.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്യാൻ, അളവ് മാർക്ക് ചെയ്യാൻ മറന്നു. 4.5 വരും. നമ്മളിപ്പോൾ അടുത്തത് ഒരു 4.5 ഇഞ്ച് കട്ടിങ്ങിന് 4.5 ഇഞ്ച് വരും. അങ്ങനത്തെ 6 പീസ് വേണം നമുക്ക് കട്ടിങ് ബ്ലൗസിന് വെക്കാൻ. ഇനി ഇതിൻ്റെ കയ്യിൻ്റെ അളവ് എടുക്കാം. നമുക്ക് കയ്യിൻ്റെ ഇറക്കം വരുന്നത് 8 ഇഞ്ചാണ്. നമ്മളതിൻ്റെ കയ്യിന് ഇറക്കം വരുന്നത് 8 ഇഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട്. കയ്യിൻ്റെ വണ്ണം വരുന്നത് 7 ഇഞ്ചാണ്. കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മൾ അളവെടുത്തത് 7 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 8 ഇഞ്ച് വണ്ണും ഇറക്കം 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു 9.5 കൊടുക്കാം നമുക്ക്. 1.5 ഇഞ്ചിക്ക് മടക്കി അടിക്കാനും നമ്മൾ 9.5 ഇഞ്ച് ഇതിന് ഇറക്കെടുത്തിട്ടുണ്ട്. 8ൻ്റെ പകുതി 4 എടുത്തിട്ടുണ്ട്. നമ്മൾ ആ 4ൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമുക്കൊരു കോള് വന്നതാണ്. അപ്പോൾ അതിൽ വന്നു. ഇനി നമുക്ക് കൈ നമ്മൾ വെട്ടി, ഇനി മുൻഭാഗത്തേക്കുള്ളത് നമ്മളൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൻ്റെ വെട്ടൽ കഴിഞ്ഞു. കട്ടിങ് ഇനി നമുക്ക് ഇതുപോലത്തെ 6 പീസ് വേണം. ഫുള്ളായിട്ട് നമുക്കൊരു ബ്ലൗസിൽ 6 പീസൊന്നും ഉണ്ടാവില്ല. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി. വേറെ എന്തെങ്കിലുമൊക്കെ കളറ് നമ്മളൊരു ബ്ലൗസ് കട്ടിങ് ചെയ്തെടുക്കുമ്പോൾ അതിന് 6 പീസ് നമുക്ക് ചിലപ്പോഴൊക്കെയാണ് തയ്ച്ച് കിട്ടുള്ളൂ. നമുക്ക് ഇതിന്ന് തയ്ച്ച് കിട്ടുന്നുണ്ട്. 80 പോയിൻ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് 2 കിട്ടും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എക്സ്ട്രാ വേറെ കൂട്ടണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒന്ന് തയ്ച്ചെടുക്കാൻ നോക്കാം. കുറച്ച് ഭാഗം കാണിക്കണുള്ളൂ. വീഡിയോ ഒരുപാട് കൂടും തയ്ക്കലും കട്ടിങ്ങും കൂടി ആകുമ്പോൾ. അതുകൊണ്ടാണ് കുറച്ച് ഭാഗം നമ്മൾ ആ ആദ്യം കട്ട് ചെയ്ത ഭാഗം നമ്മൾ 2 വശം കട്ട് ചെയ്തിട്ടില്ലല്ലോ, മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് 2 വശം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു വശമാണ് അപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനാണ് നമ്മൾ ആ ടെക്കിൻ്റെ അവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് വേഗം അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് തയ്ച്ചെടുക്കണത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഷോൾഡർ കൂട്ടുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 2 ഷോൾഡർ നമ്മളിങ്ങനെ ആദ്യം ഷോൾഡർ കൂട്ടി കൊടുക്കുക, തയ്ച്ച് കൊടുക്കുക. ഇനി നമുക്ക് ടക്ക് ഒന്ന് തയ്ച്ച് കൊടുക്കാം. ഒരു 4 ഇഞ്ചിക്ക് മതി കേട്ടോ ആ ഭാഗമൊക്കെ. അപ്പോൾ നമ്മൾ എടുത്ത ഭാഗമൊക്കെ 4 ഇഞ്ചിക്ക് ടക്കിട്ടാൽ മതി. അതുപോലെ ഈ അടിവശം വരുമ്പോൾ താഴത്തെ ടക്ക് വരുമ്പോൾ നമുക്കൊരു 1.5 ഇഞ്ചിക്കൊക്കെ ടക്കിട്ടാലാണ് നമുക്കത് ശരിക്ക് നിൽക്കുള്ളൂ. ശരിയായിട്ട് നമ്മുടെ ബ്രേഷ്യറിൻ്റെ ശരിയായിട്ട് വരുള്ളൂ.
അപ്പോൾ ഒരു 1.5 ഇഞ്ചൊക്കെ അവിടെ നമുക്ക് ടക്കിട്ട് കൊടുക്കാം. താഴ്ഭാഗം മാത്രം ഇട്ടോ, ബാക്കിയൊക്കെ 1/4 ഇഞ്ച് ടക്കിട്ടാൽ മതി. താഴ്ഭാഗം കുറച്ച് കൂട്ടി ടക്കിടണം. ഇതൊക്കെ 1/4 ഇഞ്ചിക്ക് തന്നെ മതി. ബാക്കി 3 ടക്കും 1/4 ഇഞ്ചിക്ക് മതി. താഴത്തുള്ള നമ്മളെ ടക്ക് ഒരു 1.5 ഇഞ്ചിക്ക് ടക്കിട്ട് കൊടുക്കണം. നമ്മളൊരു ഭാഗം കപ്പ് ടക്കിട്ടു. അപ്പോൾ ഒരുപാട് ഇതിൽ ചേർക്കാൻ പറ്റില്ല, അപ്പോൾ ഒരുപാട് വീഡിയോ കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗമാണ് ഇതിൽ ചേർക്കണുള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.